എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC+1+2 റിസൾട്ട് 2024 തോറ്റുപോയാൽ എന്ത് ചെയ്യും? പേടിക്കേണ്ട, ഇംപ്രൂവ്മെൻ്റ് എക്സാം വരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ SLC റിസൾട്ടിൻ്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് SLCയുടെ കാര്യം തന്നെ നോക്കാം. SLC റിസൾട്ടിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം SLCയിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ്, അതായത് തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ ഫെയിലാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ല ഫെയിലാകുമെന്നല്ല പറയുന്നത്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്, എന്താണ്, എങ്ങനെയാണ് ഫെയിലായി പോകുന്നത്. കാരണം എനിക്ക് ഫെയിലാകുമെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഫെയിലാകുന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം നിങ്ങൾ ഓർക്കണം, 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മതി പാസ് മാർക്ക്. ഈ 40 മാർക്കിൻ്റെ എക്സാമിൽ 12 പാസ്. ഈ 12 പാസ്സാണെങ്കിൽ അതിൽ 10 എന്തുണ്ട്, CE മാർക്കാണ്. 10 മാർക്ക് CE മാർക്കാണ്. പിന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ തോക്കുന്നത്? 2 മാർക്കും കൂടെ കിട്ടിയാൽ നിങ്ങൾ പാസ്സാവില്ലേ? 2 മാർക്ക് എഴുതിയെടുത്താൽ പാസ്സാവില്ലേ? എന്നാൽ ഓക്കെ, CE മാർക്ക് 8 കിട്ടിയുള്ളൂ. എന്നാലും 4 മാർക്കല്ലേ പാസ് മാർക്ക് വേണ്ടൂ. കൂടുതൽ മാർക്ക് എടുക്കേണ്ടി വരില്ലോ. 4 മാർക്കൊക്കെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സിമ്പിളാണല്ലോ. 4 മാർക്കൊക്കെ പാസ്സായിട്ട് എഴുതിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ. SLCക്ക് എന്നാലും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാറുണ്ട്, തോൽക്കാറുണ്ട്. അത് എന്താണ്, CE മാർക്ക് തന്നിട്ടും പോലും എന്ത് ചെയ്യാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾ, CE മാർക്ക് തന്നിട്ട് പോലും, അതായത് 10 മാർക്ക് CE മാർക്ക് ഉണ്ടെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ചില അധ്യാപകർ 5 6 ഒക്കെ മാത്രമേ നൽകുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുതിയത് ചിലപ്പോൾ ഒരു 3 മാർക്കൊക്കെ കാണുള്ളൂ. 12 കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, 12 മാർക്ക് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് ആ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നത്, SSLC ഫെയിലാകുന്നത്. ഈ 12 മാർക്ക് കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് SLC ഫെയിലാകുന്നത്. 40 മാർക്കിൻ്റെ എക്സാമിൻ്റെ കാര്യമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 80 മാർക്കിൻ്റെ പരീക്ഷ എടുക്കാം. 80 മാർക്കിൻ്റെ എക്സാമിൽ വലിയ ആനകുതിര മാർക്കൊന്നും വേണ്ട, 24 ആണ് പാസ്. 80 മാർക്കിൻ്റെ പരീക്ഷ എടുത്താലും എന്താണ്, വലിയ ആനകുതിര മാർക്കൊന്നും വേണ്ട പാസ്സാകാൻ. 24 മാർക്കാണ് പാസ് മാർക്ക്. അതിൽ എന്താണ് 20 എന്താണ്, CE മാർക്കുണ്ട്. 20 CE മാർക്കാണ്. പിന്നെ 4 മാർക്കാണ് എഴുതിയെടുക്കേണ്ടി വരുന്നത്. 4 മാർക്ക് എഴുതിയെടുക്കുന്നൊരു കുട്ടിക്ക് പാസ്സായി. ഇനിയിപ്പം നിങ്ങൾക്ക് 18 CE മാർക്ക് കിട്ടിയുള്ളൂ, ഓക്കെ. എന്നാലും നിങ്ങൾ 6 അഥവാ 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എടുക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് തന്നെ SLC പാസ്സാവണം. SLC ഇനിയിപ്പോൾ CE മാർക്ക് ഇട്ടിട്ട് പോലും നിങ്ങൾ എഴുതിയെടുത്ത് ഒട്ടും കിട്ടാതെ വരുമ്പോഴാണ് SLC എന്ത് ചെയ്യുന്നത്, ഫെയിലായി പോകുന്നത്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ SLC ഫെയിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി +1ൻ്റെ കാര്യം എടുക്കുമ്പോൾ, ഇവിടെ എത്തുമ്പം നേരെ വിപരീതമാണ്. നിങ്ങൾ +1 എത്തുമ്പോൾ എന്താണ്, SSLCക്ക് CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. CE മാർക്ക് എന്ത് ചെയ്യും, പാസ്സാകാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ എന്തില്ല, CE മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ എന്ത് ചെയ്യുള്ളൂ, CE മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ജയിക്കാൻ വേണ്ട 24 മാർക്ക്, അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ എക്സാമിൽ
24 എന്ത് ചെയ്യണം? എഴുതിയെടുക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? TE മാർക്ക്, ടെസ്റ്റ് എക്സാം എന്നാണ് ഫുൾ ഫോം. ഈ TE മാർക്ക് എന്ത് ചെയ്യണം? 24 നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കുക തന്നെ വേണം. നിങ്ങളെ CE മാർക്ക് പാസ്സാകാൻ ഹെൽപ്പ് ചെയ്യില്ല. 60 മാർക്കിൻ്റെ പരീക്ഷ ആയിക്കോട്ടെ, എന്നാൽ പോലും എന്ത് ചെയ്യണം? 18 മാർക്ക് എന്ത് ചെയ്യണം? TE മാർക്ക് വേണം. 18 മാർക്കാണ് TE മാർക്ക്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 18 മാർക്കിൻ്റെ 60 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് അവിടെയും എല്ലാ പരീക്ഷയ്ക്കും 20 മാർക്കാണ് CE മാർക്ക്. ഇത് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് +1 പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നത്? ഫെയിലായി പോകുന്നത് 24 മാർക്ക് കിട്ടാൻ വരുമ്പോൾ. ഇനി +2 അല്ലേ? ഞാൻ ഉൾപ്പെടെ +2 ആണ്. അപ്പോൾ +2ൻ്റെ കാര്യം എനിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ എക്സാമിൽ 24 എഴുതിയെടുക്കണം. TE മാർക്കായിട്ട് എന്ത് ചെയ്യണം? 24 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പാസ് മാർക്ക് എഴുതിയെടുക്കണം. ഇവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? 20 മാർക്ക് CE ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനേ പറ്റൂ? ഇത് 20 മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാനേ സഹായിക്കൂ. നിങ്ങൾക്ക് ഗ്രേഡ് വർദ്ധിക്കാൻ, അതായത് 24 മാർക്ക് എഴുതിയെടുക്കുന്നൊരു കുട്ടിക്ക് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ ഒരു കുട്ടി എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലീഷ് എക്സാമിൽ ഇംഗ്ലീഷിൽ 24 മാർക്കാണ് എഴുതിയെടുത്തത്. അപ്പം ടോട്ടൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് എന്ത് ചെയ്യും? 34 44 ആവും. 100-ൽ 44 മാർക്ക്. അങ്ങനെ നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? CE മാർക്ക് സഹായിക്കും. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ എഴുതരാം. ഇംഗ്ലീഷിൽ പാസ് മാർക്ക് എത്രയാണ്? 24. TE മാർക്ക് കിട്ടിയത് 24. CE മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യും? 24 മാർക്ക് കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും? 20 മാർക്ക് CEയും കൂടെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 44 ആകും. ഈ 44 എന്താണ്? 100-ലാണ്. 80 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുന്ന 20 മാർക്ക് നിങ്ങൾക്ക് അധ്യാപകർ തരുന്നത്. അങ്ങനെയാണ് എക്സാം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? 100-ൽ ആ വിദ്യാർത്ഥിക്ക് എത്ര കിട്ടും? 100-ൽ എന്ത് ചെയ്യും? 44 കിട്ടും. ആ വിദ്യാർത്ഥിക്ക് 44 മാർക്കായിരിക്കും എഴുതിയെടുക്കുന്നത്. ഇനി 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കാണ് പാസ് മാർക്ക്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? TE മാർക്ക്, ടെസ്റ്റ് എക്സാമിൻ്റെ മാർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കുക തന്നെ വേണം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 20 മാർക്ക് CE ലഭിക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യുള്ളൂ? ഇപ്പോൾ 18 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യും? 20 മാർക്ക് കൂടെ തരുമ്പം എന്ത് ചെയ്യും? 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ CE മാർക്ക് കൂടെ കൂട്ടുമ്പോൾ 80. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 28 എന്ത് ചെയ്യും? ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 38 മാർക്കാവും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 38 മാർക്കായിട്ട് എന്ത് ചെയ്യും? മറിയും. അതായത് 80-ൽ എന്ത് ചെയ്യും? 38 കിട്ടും. 18 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തു, 20 മാർക്ക് നിങ്ങൾക്ക് അധ്യാപകർ തന്നു. അപ്പോൾ എന്ത് ചെയ്യും? 28 38. അതങ്ങനെ എന്ത് ചെയ്യും? 38 മാർക്കാവും. അപ്പോൾ ഈ 60 മാർക്കിൻ്റെ എക്സാമിൽ എന്താണ് 18 മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികളും 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികളുമാണ് എന്ത് ചെയ്യുന്നത്? +1 +2-ൽ ഫെയിലാകുന്നത്. SLCക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്നിട്ടും നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായ മാർക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അവിടെയും ഫെയിലായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാലും പേടിക്കേണ്ട, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാകും. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കാര്യം നമ്മൾ വിട്ടുപോയല്ലേ പറയാൻ. ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? SLCയുടെയും SLC +2 SSLC +2-ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ത് ചെയ്യും? ജൂൺ ഓർ ജൂലൈ. SLCയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യും?
ജൂൺ ഓർ ജൂലൈയിൽ എന്ത് ചെയ്യും, നടത്തും. +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും അത് സെപ്റ്റംബറിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഈ വർഷം മുതൽ നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും എന്താണ് സെപ്റ്റംബറിലേക്ക് വരുമോ എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണുക തന്നെ മാത്രമേ പറ്റൂ. എന്നാൽ പോലും SLCയുടെയും +2വിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ജൂൺ ഓർ ജൂലൈയിൽ തന്നെ നടക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യാം, സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.